ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിന്റെ പേരുമാറ്റവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സെൻസർ ബോർഡിനെതിരെ വിവിധ സിനിമാ പ്രവർത്തകരുടെ പ്രതിഷേധം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന് ഫിഫ്ക ഭാരവാഹികൾ വ്യക്തമാക്കി. സമരത്തിന് ഐക്യദാർഢ്യവുമായി ഡിവൈഎഫ്ഐയും രംഗത്തെത്തി. സുരേഷ് ഗോപിയെ നായകനാക്കി പ്രവീൺ നാരായണൻ സംവിധാനം ചെയ്ത ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയ്ക്ക് കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര സെൻസർ ബോർഡ് പ്രദർശനാനുമതി നിഷേധിച്ചത്. ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട പേരാണ് ജാനകിയെന്നും സിനിമയുടെ പേരും കഥാപാത്രത്തിന്റെ പേരും മാറ്റണമെന്നുമാണ് സെൻസർ ബോർഡ് നിർദ്ദേശം. സംഭവത്തിൽ 100 കണക്കിന് ചലച്ചിത്ര പ്രവർത്തകരാണ് പ്രതിഷേധമുയർത്തിയത്. എന്നും കൊണ്ട് ഞങ്ങൾക്ക് കടൽക്ഷോഭമാകാൻ കഴിയില്ല, മേഘഗർജനമാകാൻ കഴിയില്ല. പക്ഷേ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രശ്നത്തിന്റെ അന്തസത്ത അത് തീയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ശുദ്ധവായു ശ്വസിക്കാൻ വേണ്ടിയുള്ള ഞങ്ങളുടെ പോരാട്ടമാണ്. ഫിഫ്ക, അമ്മ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിൽ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡിന്റെ റീജിയണൽ ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധമുയർന്നത്. ഐക്യദാർഢ്യവുമായി രാഷ്ട്രീയ പ്രവർത്തകരും എത്തി. ഏറ്റവും ജീവത്തായ വിഷയത്തിൽ, ന്യായമായ കാര്യത്തിൽ സെൻസർ ബോർഡിന് മറപറ്റിക്കൊണ്ട് ഇന്ത്യൻ ഫാസിസ്റ്റുകൾ സിനിമാ ലോകത്തെ ആക്രമിക്കുമ്പോൾ ആക്രമിക്കപ്പെടുന്ന കലാകാരന്മാർക്കൊപ്പം നിൽക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കടമയാണെന്ന ബോധ്യമാണ് എന്നെ ഇവിടെത്തിച്ചത്. ജാനകി, സീത തുടങ്ങിയ പേരുകളുമായി മുൻകാലങ്ങളിൽ ഇറങ്ങിയ സിനിമകളുടെ പോസ്റ്ററുകളും സമരവേദിയിൽ പ്രദർശിപ്പിച്ചു. അതേസമയം വിവാദം സിനിമയ്ക്ക് മാർക്കറ്റ് ഉണ്ടാക്കി കൊടുത്തതിന് സെൻസർ ബോർഡിന് നന്ദി പറഞ്ഞ് മായ വിശ്വനാഥ്. പക്ഷെ ഇതൊരു മാർക്കറ്റ് ഉണ്ടാക്കാനുള്ള ഒരു പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നുള്ളൂ. ഞാൻ പ്രൊഡ്യൂസർ താങ്ക്സ് അല്ല സെൻസർ ബോർഡിനോട് പറയേണ്ടത്. ഭരണകൂടത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചില ഉദ്യോഗസ്ഥർ കാണിക്കുന്ന നിലപാടുകളെ അംഗീകരിക്കാനാകില്ലെന്ന് സംഘടനകൾ വ്യക്തമാക്കി. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.